ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജയം ജനി. അങ്ങനെ കാത്തിരുന്ന് അവസാനം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോസ് പറഞ്ഞ കൃത്യസമയത്ത് അവർ തന്നിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി, അതാണ് മമ്മൂട്ടി കമ്പനി. കണ്ടുവെക്കാം ഒഫീഷ്യൽ ട്രെയിലർ. ലെറ്റ്സ് വാച്ച് ടുഗദർ. അതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ ഒരു ടീസർ ആയിരുന്നു മക്കളെ, അല്ലല്ലോ? അതെ, ടീസർ തന്ന സമയത്ത് കുറെ മിക്സഡ് റിവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ഒരു പുതിയൊരു തരം ഒരു വെറൈറ്റി സംഭവം പിടിച്ചിട്ടുണ്ടെന്ന് പറയും. എന്നാൽ കുറെ ആളുകൾ ഇത് എന്തോ ക്യാമറയുടെ ഇത് 5 പൈസക്ക് ഇല്ലടേ മമ്മൂട്ടിന്റെ ഫസ്റ്റ് ഫ്ലോപ്പടി എന്നൊക്കെ പറഞ്ഞിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് ഹിറ്റുകൾ വന്നിരുന്നല്ലോ. എന്തായാലും അതും നമുക്കറിയാം. ഇതിലും ക്യാമറ അങ്ങനെ തന്നെയാണോ, മുഴുവനായിട്ടും അങ്ങനെ തന്നെയാണോ ചെയ്തിട്ടുള്ളത്? എന്താണ് GVMന്റെ ഉദ്ദേശം? വെൽക്കം ടു ഡൊമിനിക് നിന്റെ ഈ ഡാൻസ് അല്ല, ഇത് ഭരതനാട്യമാണ്, ക്ലാസിക്കൽ ഡാൻസ്. Get ready for your first case with us. How do you do this, sir? Observation, concentration. ഹലോ മിസ്റ്റർ ഡൊമിനിക്. അയ്യോ, തീരെ പ്രതീക്ഷിച്ചില്ല. അഡ്രസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. സിറ്റിയിൽ മുഴുവൻ ഡൊമിനിക് ഡിറ്റക്ടീവ്സിന്റെ പോസ്റ്ററാണല്ലോ. സർവീസിലായിരുന്നു ഇപ്പൊ ഇതൊക്കെ സ്ഥിരം പതിവില്ലേ? ഒരു സൈഡ് ഞാനിട്ട്, മറ്റേ സൈഡിൽ മരട് സുനി, മുണ്ടാ ഷാജി. ഒറ്റയടിക്ക് ഞാൻ എല്ലാത്തിനും പിടിച്ച് മുളത്തി കയറ്റി. ഡൊമിനിക്ക്, എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് ഒരു പേഴ്സ് കിട്ടിയടാ. അത് ആരുടെയാണെന്ന് നീ ഒന്ന് കണ്ടുപിടിക്കാമോ? ഇറ്റ് ഈസ് ടു സിമ്പിൾ എ കേസ് ഫോർ മീ. സർവീസിലായിരുന്നപ്പോഴേ കൈക്കൂലി മേടിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഇങ്ങനെ അനക്കത്തില്ലായിരുന്നു. Now I am sure that I'm on the right track. ഞങ്ങൾ അവസാനമായി എടുത്ത ഫോട്ടോ ആ ഡിസംബറിൽ ഒരു മിസ്സിംഗ് പേഴ്സണൽ തുടങ്ങിയത് ഇപ്പോഴേ പാൻ മിസ്സിംഗ് കേസ് 2 എണ്ണമായി. ഇനി മർഡർ ബലം വരാനുണ്ട്. ആ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ തന്നെയാണ് മർഡർ ചെയ്തത്. You don't spoil the movie for us. നീ എന്താ ചെയ്യാൻ പോണേ? Now I don't have a choice. I will find the killer. എപ്പടി ഞാൻ പണ്ടുപോലെ എങ്ങനെയാ, ഒരു തുമ്പ് കിട്ടിയാൽ തുമ്പ് വരെ പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതിൽ മുഴുവനായിട്ട് ആദ്യം നോക്കിയ കാര്യം എന്ന് പറയുന്നത് ടീസർ പോലെ തന്നെ ക്യാമറ ഹാൻഡ് ഹെൽഡ് ഷോട്ടുകൾ അങ്ങനത്തെ സ്ഥലമാണോ എന്നുള്ളതാണ്. ഇതിൽ 1-2 സ്ഥലങ്ങളിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള, അതായത് എന്താ പറയാ, ഒരു ക്യാമറയിൽ വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ ചില ലൊക്കേഷൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സാധനം, അതിലൊരു പോസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടേക്ക് വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്ത, വേറെ കൂടുതൽ കളറിങ്ങുകളോ പരിപാടികളൊന്നും ചെയ്യാതെ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ആള് കേസ് അന്വേഷിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് തരണം. അല്ല സിനിമ കുറെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറെ കളറും കാര്യങ്ങളും മാറിയിട്ട് അങ്ങനെയല്ല. ഭയങ്കര എന്താ പറയുക, റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. അത് അഭിനയം മാത്രമല്ല, ലൊക്കേഷൻസും കാണിക്കുന്ന സ്ഥലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോ ഞാൻ അന്നേ ടീച്ചർ കണ്ടായത് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. നമ്മൾ വലിയ കുണണ്ടായതുകൊണ്ടല്ല, പക്ഷെ അന്നേ ഒരു തോന്നലുണ്ടായിരുന്നു. ഞാനന്ന് പറയുകയും ചെയ്തിരുന്നു, ടീച്ചർ വേണ്ടവർക്ക് ചെക്ക് ചെയ്യാം, ഈ സംഭവം ഇന്നൊരു സ്ഥലം ഇങ്ങനെ തന്നെ പറയണം എന്ന് മനഃപൂർവ്വം ഡിസൈഡ് ചെയ്ത് ആ ഡയറക്ടർ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ക്യാമറ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഹാൻഡ് ഷോട്ട് അത് പറയുമ്പോൾ ഇങ്ങനെ കുലുങ്ങി. പക്ഷെ ഇവിടെ കണ്ടില്ലേ, എത്ര മനോഹരമായിട്ട് സാധാ നല്ല സിനിമ വരുന്ന പോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ക്യാമറ വർക്കുകൾ ഇവിടെ കാണുന്നുണ്ട്. സോ സിനിമ മൊത്തത്തിൽ ആരും അറിയാത്ത ആരോ ചെയ്തു വെച്ചതോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം രീതിയിൽ എടുത്തു വെച്ചോ ഒന്നുമല്ല. കാരണം അത് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരുന്ന കമന്റുകളിൽ ഒന്നതായിരുന്നു, ഒരു ഷോർട്ട് ഫിലിമിന്റെ ക്വാളിറ്റി മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ, എസ്പെഷ്യലി ക്യാമറയിൽ എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അവിടെ ഒരു കോമഡി വർക്കൗട്ട് ചെയ്യണം, അവിടെ അയാൾ തള്ളുകയാണെന്ന് നമുക്ക് മനസ്സിലാവണം, അതിനെ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. എനിക്കത് ഭയങ്കര ഒരു നല്ല സംഭവമായിട്ടാണ് ഫീൽ ചെയ്തത്. ഇവിടെയാണെങ്കിലും അത്തരത്തിലുള്ള ഷോട്ടുകളൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ആകെ തോന്നുന്നത് ബൈക്കിൽ കാറ് വന്ന് ഇടിക്കുന്ന സാധനം ഒരു ഇഫക്റ്റീവ് അല്ലാത്ത പോലെ തോന്നി. പക്ഷെ അതും ഒരു പക്ഷെ ജസ്റ്റ് അത്രേ കാണിക്കണ്ടാവുള്ളൂ. ഏതെങ്കിലും കഥ പറയുന്ന ഭാഗമോ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗോകുലിനോട് മമ്മൂക്കയുടെ കഥാപാത്രം പറഞ്ഞു കൊടുക്കുന്ന സാധനമൊക്കെ ആയിരിക്കും ജസ്റ്റ് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് അറിയില്ലല്ലോ, ഒരു ടീസറോ ട്രെയിലറോ കണ്ടിട്ട് അത് മോശമാണ് അല്ലെങ്കിൽ ഇത് ഇത്രേ ഉള്ളൂ എന്ന് പറയാൻ കഴിയില്ല. ട്രെയിലർ കട്ട്സ് എല്ലാ സിനിമയും ഒരുപോലെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യണത്. കേസും കാര്യങ്ങളും പോലീസ് സ്റ്റേഷനും അവിടെയുള്ള ഞെട്ടിക്കലുകളും. ഈ മമ്മൂക്ക എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഗോകുലിന്റെ മുമ്പിൽ ഫുൾ തള്ളു പോലെ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു പക്ഷെ സത്യമായിരിക്കുന്ന ഒരു രീതിയിൽ കാണിക്കുന്ന കുറച്ച് ഗൂസ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ആൻഡ് മമ്മൂക്ക ഇതില് എന്താ പറയുക, ഒരു പേടിത്തൊണ്ടനെ പോലെ ഒരു ക്യാരക്ടർ ആയിട്ടാണ് ടീച്ചറിൽ കാണിച്ചിട്ടുള്ളത്. അതായത് ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ധൈര്യം കയറ്റി എന്താ പറയാ, ഗോകുലിനെ പുളിച്ചുമ്പോ കയറ്റി വിടാറില്ല, പോയി തല്ലിയിട്ട് ആ മോനെ 2 അവസരം ഗോകുൽ തല്ലി വാങ്ങിയിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല
ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഇന്റലിജന്റ് ആണ്. ഇപ്പൊ സിനിമേനെ കാണുന്ന സമയത്ത് തിയേറ്ററിൽ കണ്ടില്ലേ, ഇപ്പൊ കണ്ടിട്ട് ഈ പോലീസുകാരൻ തന്നെ അത് ചെയ്തത് എനിക്ക് തോന്നുന്നത് പറയുമ്പോൾ യു ഡോണ്ട് സ്പോയിൽ ഫോർ ദ മൂവി എന്നെന്തോ പറയുന്നുണ്ട് അവിടെ ഇരിക്കുന്ന ആൾ. അപ്പോൾ തിയേറ്ററിൽ പോയാൽ പോലും ഒരു സംഭവം കാണുമ്പോഴേക്കും ഇങ്ങനെ അത് കണക്ട് ചെയ്ത് അത്രയും ബുദ്ധിയുള്ള ആളായിരിക്കാം. പക്ഷെ ആക്ഷൻ എന്ന് പറയുന്ന സാധനം മാറിയിരിക്കുന്ന തല്ലാൻ പേടിയുള്ള ഒരാൾ എന്ന രീതിയിലാണ് ടീസർ കാണുമ്പോൾ നമുക്ക് തോന്നിയില്ല. പക്ഷെ ട്രെയിലർ കാണുമ്പോൾ അതിനുശേഷം ഒരു പക്ഷെ ഡയറക്റ്റുകൾ അടിക്കുന്നതൊക്കെ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവും തോന്നുന്നുണ്ട്. കുറെ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇതിൽ തന്നെ ഒരു ഫൈറ്റ് കാണിക്കുന്നത് ഞാൻ അയാൾ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ചെയ്തു പറയുമ്പോൾ ഫൈറ്റ് കാണിക്കണം. അത് കഥ പറയുമ്പോൾ അത് ചെയ്തു രീതിയിൽ മേക്ക് ചെയ്ത് നമ്മളെ കാണിക്കുകയാണ്. പക്ഷെ അതല്ലാണ്ട് തന്നെ ഡയറക്റ്റ് ഇതിൽ ഫൈറ്റ് നല്ല അടിപൊളി ഫൈറ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. പിന്നെ എനിക്കെന്തോ ഭയങ്കര എല്ലാം ഇതിൽ കാണിക്കുന്ന എല്ലാ സംഭവം വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ മറ്റേ നായിക, അവരുടെ പേര് എനിക്ക് അറിയില്ല, അത് എനിക്കൊരു പേഴ്സ് കിട്ടി ഡൊമിനിക്ക്, നീ ഇതായിരുന്നു കണ്ടുപിടിച്ച് തരണം എന്ന് പറയുന്ന സാധനം. ആ പുള്ളിക്കാരുടെ ക്യാരക്ടറെ നമ്മൾ ഈ പാച്ചും അത്ഭുത വിളക്കും, അത് തന്നെയാണോ സിനിമയുടെ പേര്, അത് നമ്മുടെ ഫഫയുടെ, അതിൽ നിന്ന് ആ ക്യാരക്ടർ ബിസിനസ് വുമൺ എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു ഇമ്പാക്ട് തരാൻ കഴിയുന്ന ഒരു നടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനാണെങ്കിലും അവരുടെ ലുക്കും പ്രസന്റേഷനും ഒക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ അവരുടെ വേണ്ടപ്പെട്ട ആളായിരിക്കുമല്ലോ ഡൊമിനിക്. ഡൊമിനിക് ഇതിനപ്പുറത്തേക്ക് വേറെ എന്തൊക്കെയോ ആണ്, ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ എന്തൊക്കെയോ ആണ് അയാളുടെ ലൈഫിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ഇതിൽ ഇൻവോൾവ് ആകും എന്നൊരു തോന്നൽ ട്രെയിലർ കാണുമ്പോൾ ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞേ പറ്റുള്ളൂ. എന്തായാലും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ടീച്ചറിനേക്കാൾ ഒരുപടി മുകളിൽ ട്രെയിലർ ഇഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനി എന്തായിരിക്കും എന്നുള്ളത് ബാക്കി കണ്ടറിയണം. കാരണം നമ്മളത് ഫസ്റ്റ് നേരെ കാണുകയാണ്. ഇതിന്റെ കമന്റ്സ് എന്താ വന്നിട്ടുള്ളത്, ബാക്കി കാര്യങ്ങൾ എന്താ, ബാക്കിയുള്ള ആളുകളുടെ അഭിപ്രായം എന്തൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. സോ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ കാത്തിരിക്കുന്നു. ആൻഡ് January 23 വേറെ പോളി നമ്മൾ വിളിക്കും. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ മറ്റേ പടം കൂടെ, അതൊരു പരിപാടിയായി സത്യം പറയാം.